വെറുതെ ഇരിക്കുമ്പോൾ വളരെ ഫണ്ണി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടിരുന്ന് എൻജോയ് ചെയ്യാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്. അതുകൊണ്ട് നിങ്ങൾക്കായി വളരെ രസകരമായ കുറെ അധികം സംഭവങ്ങളുമായിട്ടാണ് ഫണ്ണിസ്റ്റ് മൊമെന്റ് സീരീസിലെ ഈ പുതിയ എപ്പിസോഡുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. രോഹിത് ശർമ്മയെ നിങ്ങളിൽ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുമായിരിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയ ക്രിക്കറ്റേഴ്സിൽ ഒരാളാണ് അദ്ദേഹം. അങ്ങനെ ഒരാളെ എടുത്തു കിട്ടിയപ്പോൾ ഒരു സെൽഫി എടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഫോണ് കൈ കൊടുത്തതാണ് ഒരു ആരാധകൻ. എന്താണ് മക്കളെ, രോഹിത് ഏട്ടൻ ചെറിയൊരു പ്രാങ്ക് ചെയ്തതല്ലേ, എപ്പോഴും പേടിച്ചു പോയോ? സംഭവം ശരിയായിരിക്കും, കല്യാണം കഴിഞ്ഞു ഭാര്യയും ഭർത്താവൊക്കെ ആയി. പക്ഷെ അങ്ങനെ ഭക്ഷണം പങ്കുവച്ചിട്ടുള്ള ബന്ധമൊന്നും വേണ്ട. പാവം, ചിലപ്പോ വഴി മാറി കയറിയതാവും. ഫോട്ടോ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ കുറച്ച് സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ കിടന്നോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാവും. ഇനി തങ്ങളുടെ ജോലികളിൽ അതീവ വിദഗ്ധന്മാരായ കുറച്ച് തൊഴിലാളികളെ കാണാം. തെറ്റാണോ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. काटना पड़ेगा ये, बताया नहीं तुमने? कारीगर कौन है इधर? ഇവിടെ കാണുന്ന ഈ പയ്യനില്ലേ, ഇവൻ കുറെ നേരമായി വരുന്ന വണ്ടികളോടൊക്കെ ലിഫ്റ്റ് ചോദിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. എന്നിട്ട് അങ്ങനെ കാത്തിരുന്ന് അവസാനമാണ് ഒരു വണ്ടി ഒന്ന് നിർത്തിയത്. അപ്പോ കൊറേ നേരമല്ലേ ഇവിടെ നോക്കി നിൽക്കാൻ വേണ്ടിട്ട് എന്താ നോക്കണേ? ഈ സൂര്യനില്ലേ രാത്രി വന്നൂടെ? രാത്രിയല്ലേ വെളിച്ചില്ലാത്തത്, രാവിലെ നല്ല വെളിച്ചല്ലേ? ശരിയാ. ഇത്രയും ബുദ്ധി കൂടിയ ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോ അഭിമാനം തോന്നുന്നു. സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയാന്ന് പറയുന്നുണ്ടല്ലോ ചേട്ടൻ. കച്ചവടത്തിന് വേണ്ടി വില കുറവാന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം സാധനങ്ങൾക്കൊക്കെ തന്നെ തീ പിടിച്ച വിലയാണ്. സാധനങ്ങളുടെ ഒരു വില വർധന എങ്ങനെയുണ്ട് ഇപ്പൊ? അങ്ങനൊന്നുമില്ല, വില വർധന ഒന്നും ഇല്ല. ഈ സാധനങ്ങൾക്കൊക്കെ വില എങ്ങനെയുണ്ട്? നല്ല ആൾക്കാരോട് തന്നെയാണ് ചോദിച്ചത്. സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെ കുറിച്ച് അത് വാങ്ങുന്ന ആളുകളോട് ചോദിക്കാതെ നേരെ അത് വിൽക്കുന്ന കച്ചവടക്കാരോട് പോയി ചോദിച്ചിരിക്കുന്നു. എന്ത് മറുപടിയാണ് ഇവർ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചത് ആവോ? എന്താ പേര് വാവേ? തനവ്. എവിടുന്നാ വരുന്നേ? ഇടപ്പള്ളി. ഓ, എന്റെ വീടിന്റെ അടുത്താണ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? നൈപുണ്യ. എന്താ ചെയ്യാൻ പോണേ? ഡാൻസ്. ഡാൻസ്. ഭയങ്കര സീരിയസ് ആയിട്ടൊന്ന് ചിരിച്ചേ നോക്കട്ടെ. ചിരിച്ചേ. ചിരിച്ചിട്ട് ഡാൻസ് എന്ന് പറഞ്ഞേ. ചിരിച്ചോണ്ട് ഡാൻസ്. പറഞ്ഞതല്ല, നല്ല അക്ഷരം വൃദ്ധി അനുസരിക്കുന്ന ഒരു കുട്ടി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വിദഗ്ധമായ ഒരു മോഷണവും അതിനേക്കാൾ വിദഗ്ധമായ മോഷണ വസ്തു തിരിച്ചെടുക്കുന്നതുമാണ്. മുന്നിൽ നിൽക്കുന്ന ചേച്ചി ഈ വീഡിയോ കാണരുതേ എന്ന് പ്രാർത്ഥിക്കാം. Minha cara
ഇവന്മാരെന്തൊക്കെയായി ചെയ്യുന്നതെന്ന് ആ പെൺകുട്ടികൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാകാൻ വഴിയില്ല. ചുണ്ണാമ്പ്, കളിപ്പാവ എന്നീ 2 ഷോർട്ട് ഫിലിമുകളും നിങ്ങളിൽ അധികം പേർക്കും അറിയുമായിരിക്കും. കാരണം കേരളത്തിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും മികച്ച 2 കൾട്ട് ക്ലാസിക് ഷോർട്ട് ഫിലിമുകളാണത്. എന്തായാലും ആ ഷോർട്ട് ഫിലിമുകൾ അർഹിക്കുന്ന അംഗീകാരം അവർക്ക് കിട്ടി തുടങ്ങി. കേരളത്തിലുടനീളം അത് വ്യാപിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ വീഡിയോ. കോഫി ചേട്ടാ തീപ്പെട്ടി ഉണ്ടോ? തീപ്പെട്ടി കത്തിക്കണ തീപ്പെട്ടി ഉണ്ടോ? എന്താട്ടാ മൊടയാണോ? ആ അല്ല തീപ്പെട്ടിയൊക്കെ ചോദിച്ചപ്പോ ഇങ്ങനെ പറയണ്. അതെന്നാലും ചേട്ടാ നമ്മള് ചോദിക്കുമ്പോ മറുപടി പറയണ്ടോ? ഏതാ ചേട്ടാ പിന്നെയും ചെക്കനാളൊരു അഭ്യാസി തന്നെ. ഉറക്കി കിടത്തിട്ട് ഫോൺ എടുത്തുകൊണ്ടാവുമെന്ന് അവര് വിചാരിച്ചേ. ആ വേലയൊക്കെ മനസ്സിലിരിക്കട്ടെ. തെങ്ങ് ചതിച്ചാലും തേങ്ങ ചതിക്കില്ല എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ വെറുതെയാണ് ഗൈസ്. ഇതാ പറഞ്ഞു, കുറച്ച് ക്ഷമയൊക്കെ വേണം. ഇങ്ങനെ ആക്രാന്തം കൂട്ടി അങ്ങനെ പലതും സംഭവിച്ചെന്നിരിക്കും. നമുക്കറിയാം ഫാഷന്റെ ലോകം ഒരുപാട് മുന്നോട്ട് സഞ്ചരിക്കുന്നു. അതുകൊണ്ട് വളരെ വ്യത്യസ്തമായ കുറേ ഫാഷനുകൾ നമ്മളിപ്പോൾ കണ്ടുവരാറുണ്ട്. പക്ഷെ ഫാഷന്റെ ഒക്കെ അങ്ങേ അറ്റമാണ് ഇപ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇവിടെ നമുക്കൊരു കൂട്ടം പെൺകുട്ടികളെ കാണാം. ഇവരെല്ലാവരും 1 by 1 ആയിട്ട് ഒരു പാട്ട് പാടാൻ റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ പാടലൊക്കെ നൈസായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, 3ാമത്തെ പെൺകുട്ടി പാടുന്നത് വരെ. നിഷയ്ക്ക് എന്താ പറയാനുള്ളത് സാർ? അയ്യോ, എനിക്കിങ്ങനെ മതില് ചാടിയ കഥകളൊന്നുമില്ല. വിഷു മതില് എന്താ? അല്ല, ഈ മതില് ചാടിയ പോലത്തെ അങ്ങനത്തെ വിഷു ഓർമ്മകളൊന്നുമില്ല. ഞാൻ ചോദിച്ചില്ലല്ലോ. അയ്യോ, അല്ല, ഞാൻ വിചാരിച്ചു ഇതായിരുന്നല്ലോ അവസാനത്തെ ടോപ്പിക്. ഒരു മിനിറ്റ്, ഈ വിഷു ദിവസം അല്ല ഈ മതില് ചാടുന്നത്. അവര് മതില് ചാടിയ ദിവസം വിഷു ആയി പോയെന്നേ ഉള്ളൂ. അതെ അതെ അതെ, ഞാൻ
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.